ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. ഏവർക്കും തസൂസ് വ്ലോഗിലേക്ക് സ്വാഗതം. ചരിത്രമുറങ്ങുന്ന ആൻഡമാനിലെ കാലാപാനി അഥവാ സെല്ലുലാർ ജയിലിൻ്റെ വീഡിയോയാണ് ഇന്ന് കാണിക്കുന്നത്. ഞങ്ങൾ ആദ്യമായി പോർട്ട് ബ്ലെയറിൽ ചെന്ന് ഇറങ്ങുന്ന സമയത്ത് ജയിലിനെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മളെ ജയിൽ കാണിക്കാനാണ് ആദ്യം കൊണ്ടുപോയത്. അവിടെ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു പ്രത്യേകത നമുക്ക് തോന്നുന്നുണ്ട്. സെല്ലുലാർ ജയിലിലെ പ്രത്യേകതകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൻ്റെ ഇത് കണ്ടോ, ലോക്ക് തന്നെ ഒരു അറ്റത്ത് ലോക്ക് നമ്മുടെ ആണെങ്കിൽ ഇത്രയും ദൂരത്തിലാണ് നമ്മുടെ ഈ താഴെ ഇടാനുള്ള ഈ ജയിലിൻ്റെ കമ്പി കൊടുത്തിരിക്കുന്നത്. ഇത്രയ്ക്കും സെല്ലിൽ കിടന്ന ജയിലാളികൾക്ക് ഒരിക്കലും അവർ തുറന്ന് ഇറങ്ങാത്ത രീതിയിലാണ് അതിൻ്റെ നിർമ്മാണം അവർ പൂർത്തീകരിച്ചത്. ഇവിടെയാണ് സൗണ്ട് ആൻഡ് ഷോ നടക്കുന്നത്. കുറേ അവർ ചെയറുകളെല്ലാം ഇട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അകത്തേക്ക് കടക്കുകയാണ്, ജയിലിനകത്തേക്ക് കടക്കുകയാണ്. അപ്പോഴാണ് സ്റ്റാർ ഫിഷ് മാതിരി ഒരു അതിൻ്റെ ഘടന നമ്മൾ കണ്ടത്. അപ്പം ചോദിച്ചപ്പോഴാണ് സ്റ്റാർ ഫിഷിൻ്റെ ഘടനയിലാണ് 7 വിങ്സായിട്ടാണ് ഈ ജയിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോൾ 3 വിങ്സ് മാത്രമേ ഉള്ളൂ. അതിൻ്റെ സ്ട്രക്ചറാണ് ഈ കാണുന്നത്. നമ്മൾക്ക് എല്ലാവർക്കും കാണാനുള്ള അനുമതി അവർ തരുന്നതാണ്. അപ്പോൾ നമ്മൾ ആൻഡമാനിലെ ഈ ജയിൽ നിർമ്മാണം ആരംഭിച്ചത് 1896-ലും അവസാനിച്ചത് 1906-ലുമാണ്. ഇതിൻ്റെ എല്ലാ വിശദീകരണങ്ങളും ഇതുപോലൊരു ബോർഡിൽ അവർ എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ 3 വിങ്സാണ് ഉള്ളത്. അതുപോലെ ഫസ്റ്റ് വിങ്സിലേക്ക് നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറുകയാണ്. ഇതിൻ്റെ ഓരോ കട്ടകളും കണ്ടില്ലേ, എത്ര ബലവത്തായിട്ടാണ് അവരുണ്ടാക്കിയിരിക്കുന്നതെന്നറിയാവോ. ഓരോ തടവറയിലുള്ള ജയിലാളികളെ കൊണ്ടാണ് ഈ ജയിലുണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പം നമ്മൾ നീളത്തിൽ നിരന്ന് ഓരോ ഫ്ലോറിലും 698 ജയിൽ അറകളാണ് ഉള്ളത്. കാലാപാനി സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്കിത് നന്നായിട്ട് മനസ്സിലാവും. അപ്പം നമുക്ക് ഇങ്ങനെ ജയിലിൻ്റെ സെല്ലെല്ലാം തുറന്ന് ഇങ്ങനെ അവരിട്ടിട്ടുണ്ട്. നമുക്ക് കാണാനുള്ള സൗകര്യം അവരൊരുക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ഓരോ പ്രത്യേകതകൾ നമ്മൾ നോക്കുമ്പോൾ ഭയങ്കര വിചിത്രമാണ്. നമുക്ക് കുറച്ച് പേടിയാവും. നമ്മളിങ്ങനെ ഈ വീഡിയോ എടുക്കുമ്പോൾ തന്നെ എനിക്ക് കുറച്ച് പേടിയായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ശ്രദ്ധിച്ച് നോക്കുമ്പോൾ ഒരു ഭിത്തിയോട് ചേർന്നിട്ടാണ്. അപ്പം മറ്റുള്ള ജയിലാളികളോട് സമ്പർക്കം പുലർത്താൻ ഒരിക്കലും അവർക്ക് കഴിയില്ല. അങ്ങനെയാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത്. ഈ ഹോള് കണ്ടോ, ഈ ഹോളിൽ അവർ അവരുടെ ഫുഡ് വെച്ചു കൊടുക്കുന്ന സ്ഥലമായിരുന്നു. സെല്ലിലെ ഓരോ കാഴ്ചകളും വിചിത്രമാണ്. നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ ഇവിടെയാണ് തൂക്കിക്കൊല്ലുന്ന ആൾക്കാരുടെ പാർപ്പിടം. ഈ സെല്ലിലെ ആൾക്കാർക്ക് ഇത് കാണാൻ വേണ്ടിയിട്ടാണ് അവരിങ്ങനെ വെച്ചിരിക്കുന്നത്. ആൻഡമാനിൽ വരുന്ന ഏതൊരാളും ഈ ചരിത്ര സ്മാരകം കാണേണ്ടത് തന്നെയാണ്. ഈ സെല്ലിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ സെല്ലിലാണ് വീർ സവാർക്കറിനെ പാർപ്പിച്ചിരുന്നത്. അതുകൊണ്ട് ബോർഡ് വീർ സവാർക്കർ സെല്ലെന്ന് എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ഫോട്ടോയും ഷീൽഡും ഒക്കെ അവിടെയുണ്ട്. അങ്ങനെ നമ്മൾ ടോപ്പിൽ 3-ാമത്തെ നിലയിൽ കയറി ചെല്ലുമ്പോൾ നമുക്ക് ഇത് 4 വശവും ചുറ്റപ്പെട്ട വെള്ളമാണ്. അങ്ങനെ നമ്മുടെ ഒരു ഇൻസ്പെക്ടറാണ് ഇയാൾ. ഒരു പോലീസ് ഓഫീസറിനെ കണ്ടു, ഹസ്ബൻഡിൻ്റെ കൂട്ടുകാരനാണ്. അങ്ങനെ ടോപ്പിൽ നോക്കുന്ന സമയത്ത് ഈ ജയിലിൻ്റെ സൈഡിൽ തന്നെ മെഡിക്കൽ കോളേജുകളാണ് കേട്ടോ. ആൻഡമാൻ മെഡിക്കൽ കോളേജാണിത്. അപ്പം അവിടെ കുറേ കുട്ടികൾ പഠിക്കുന്ന കോളേജാണ് ഇത്. 4 വശവും ചുറ്റപ്പെട്ട വെള്ളമാണ്. അത് വേ ഓഫ് ബംഗാളാണ്. വേ ഓഫ് ബംഗാൾ എന്ന് പറയുമ്പോൾ തന്നെ കടലാണല്ലേ, ചുറ്റും കടലിന് ആരെങ്കിലും ജയിൽ ചാടിയാൽ കടലിൻ്റെ അഗാധ ഗർത്തത്തിലേക്ക് അങ്ങ് പോകും. അല്ലെങ്കിൽ നരഭോജികളുണ്ട്. ദ്വീപുകളിലെല്ലാം നരഭോജികളാണ്. അവർ കൊന്നു തിന്നുക തന്നെ ചെയ്യും. ഇതിനെയെല്ലാം അതിജീവിച്ച് പുറത്തു കടക്കുക എന്നത് ആർക്കും സാധ്യമല്ല. അതുകൊണ്ട് ആരും തടവ് ചാടാൻ ആരും അതിന് പ്രേരിക്കുകയില്ല. അങ്ങനെ തടവുകാരെ തൂക്കിക്കൊല്ലാനായി കയർ അവർ തന്നെയാണ് നിർമ്മിച്ചിരുന്നത്. നമ്മൾ അറിയാത്ത സത്യമാണതൊക്കെ. തടവുകാർക്ക് പരസ്പരം കാണാനോ ആശയവിനിമയം നടത്താനോ പറ്റാത്ത വിധത്തിലായിരുന്നു ജയിൽ നിർമ്മിച്ചിരുന്നത്.
മൂന്നാമത്തെ നിലയിലാണ് സവാർക്കർ സെല്ല് നിർമ്മിച്ചിരുന്നത്. അതുകൊണ്ടാണ് അവർ സവാർക്കർ സെല്ലെന്ന് പേരിട്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ടോപ്പിൽ നിന്നും താഴേക്ക് വന്നു. താഴെ വന്നപ്പോഴാണ് ഒരേ സമയം 3 പേരെ കഴുത്തിൽ കയറിട്ട് തൂക്കിക്കൊല്ലുന്ന റൂമാണിത്. അത് കഴിഞ്ഞ് പിന്നെയും ഓരോന്ന് കാണാനുള്ള തത്രപ്പാടിൽ ഇങ്ങനെ സ്റ്റെപ്പുകൾ ഇങ്ങനെ ഇറങ്ങി പോവുകയാണ് കേട്ടോ. ഞാൻ മുന്നേ പറഞ്ഞില്ലേ, ഇവിടെയാണ് കണ്ട, ഇവിടെ കുറേ ചെയറുകൾ ഇട്ടിട്ടുണ്ട്. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് സൗണ്ട് ആൻഡ് ഷോ നടക്കുന്നതാണ്. നമുക്കിവിടെ ടിക്കറ്റ് വെച്ചാണ് നമുക്കിവിടെ കയറേണ്ടത് കേട്ടോ. നല്ല തിരക്കായിരിക്കും. അപ്പം നമ്മൾ ക്യൂ നിന്ന് വേണം നമ്മൾ സൗണ്ട് ആൻഡ് ഷോ കാണാൻ. ടിക്കറ്റ് എടുത്ത് നമ്മൾ ഈ സീറ്റിലെല്ലാം നമ്പറുകളുണ്ട്. അപ്പം നമ്മുടെ ടിക്കറ്റിലും നമ്പറുണ്ട്. അപ്പം നമുക്ക് ഒരു പാടില്ല, നമ്മുടെ ടിക്കറ്റ് കാണിച്ചാൽ ഉടനെ നമ്മുടെ സീറ്റിനകത്ത് നമുക്ക് ഇരിക്കാവുന്നതാണ്. 100-600 പേർക്ക് ഒരേ സമയം കാണാനുള്ള സീറ്റാണ് അവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഹസ്ബൻഡ് വെയിറ്റ് ചെയ്യുവാണ്. എന്നിട്ട് നമ്മൾ ഒരു കടൽ കണ്ടോ, വേ ഓഫ് ബംഗാളാണിത്. അങ്ങനെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കണ്ടോ. ജയിലിലെ കാഴ്ചകളെല്ലാം കണ്ട് വെളിയിലിറങ്ങി. ഇപ്പോൾ 1:30 മണിയായി. അപ്പോൾ ഒരുപാട് സമയമുണ്ട്. 6:30 മണിയാകുമ്പോഴാണ്, വൈകിട്ട് 6:30 മണിക്കാണ് ലൈറ്റ് ആൻഡ് സൗണ്ട് തുടങ്ങുന്നത്. അത്രയും സമയം നമുക്ക് ബീച്ചൊക്കെ ഒന്ന് പോയി വരാം. ബീച്ച് പോയി വരുന്ന വീഡിയോ ഞാൻ അടുത്ത പാർട്ടിലാണ് കാണിക്കുന്നത് കേട്ടോ. അങ്ങനെ 6:30 മണിയായി. നമ്മൾ ഓൺലൈൻ ടിക്കറ്റൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നല്ല ക്യൂ ആണ്. ഇവിടെ 100-600 പേർക്ക് ഇരിക്കാനുള്ള സൗകര്യം അവർ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ലൈറ്റ് ആൻഡ് സൗണ്ട് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ അവിടെ മ്യൂസിക് അങ്ങ് ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കോപ്പിറൈറ്റിൻ്റെ പ്രശ്നം കാരണം ഞാൻ മ്യൂസിക് ഓഫ് ചെയ്തു. നമ്മളുടെ ടിക്കറ്റിലും ഓരോ നമ്പർ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ നമ്പർ അനുസരിച്ചാണ് നമ്മൾ, സീറ്റിലും നമ്പറുണ്ട്, അതിനാണ് നമ്മളിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ ഇത്രയും ആൾക്കാർ നിറഞ്ഞു കഴിയുമ്പോൾ നമുക്കിരിക്കാൻ സ്ഥലം കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അവർ അത്രയ്ക്കും നല്ല അറേഞ്ച്മെൻറ്റ്സാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ നമ്മൾ അതിനകത്ത് കയറി. എൻ്റെ സീറ്റിൽ ഒരാൾ കയറിയിരുന്നു. നമ്മൾ സീറ്റ് നമ്പർ കാണിച്ചപ്പോൾ പിന്നെ അയാൾ എഴുന്നേറ്റു കേട്ടോ. അങ്ങനെയാണ് അവിടെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നമ്മൾ 3 മണിക്കൂറോളം അവിടെ സൈഡിൽ നിൽക്കേണ്ടി വരും. ടിക്കറ്റ് എടുത്ത് നമ്മൾ കയറിയതല്ലേ. അപ്പം ഇതിൻ്റെ വിശദീകരണം കുറേ ഉണ്ട് പറയാനും അതുപോലെ കാണാനും. കൊൽക്കത്തയിൽ നിന്നും 1100 കിലോമീറ്റർ തെക്ക് ബംഗാൾ ഉൾക്കടലിലാണ് ആൻഡമാൻ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. 355 കിലോമീറ്റർ നീളത്തിലും 60 കിലോമീറ്റർ വിസ്തൃതിയിലും കിടക്കുന്ന 184 പരം ദ്വീപുകളുടെ തലസ്ഥാനം. ഏകാന്ത തടവറകളാണ് സെല്ലുലാർ ജയിൽ. പ്രത്യേകത 7 നിലകളായി ജയിലുകൾ, നടുക്കാരം ഉയർന്ന ഗോപുരവും അതിൽ നിന്ന് ഇതളുകളായി ജയിലറകൾ. അതാണ് സെല്ലുലാർ ജയിൽ എന്ന് അറിയപ്പെടുന്നത്. കാലാപാനി എന്നായിരുന്നു സെല്ലുലാർ ജയിൽ അറിയപ്പെട്ടിരുന്നത്. പ്ലീസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.